അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തന്ന് ദുനിയാവിലും ആഖിറത്തിലും ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ, മുഅ്മിനീങ്ങളിൽ, സത്യവിശ്വാസികളിൽ, അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഓന് ഉടമയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരിൽ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒറ്റമൂലിയാണ്, ഒരു ആത്മീയമായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നമുക്കറിയാം, പല പാരൻസും പല രക്ഷിതാക്കളും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. ചെറിയ മക്കൾ ഒരു 2-3 വയസ്സായാലും അല്ലെങ്കിൽ അതിലേറെ ഒരു 4-5 വയസ്സായാലും അവർ ബെഡിൽ അറിയാണ്ട് മൂത്രമൊഴിക്കുക. 10, 8, 9 വയസ്സായ കുട്ടികൾ അറിയാണ്ടെയാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ടല്ലേ. അതിനെന്താണ് ചെയ്യുക? എന്ത് ചെയ്താലാണത് മാറുക എന്ന് ആലോചിച്ച് അതിലൂടെ ടെൻഷനാകുന്ന ഒരുപാട് ആളുകൾ. കാരണം വലിയ പ്രയാസമാണത്. കാരണം കുട്ടികളെ ബെഡ് കടത്തിയാൽ അവർ അറിയാണ്ട് മൂത്രമൊഴിക്കുക, അതുപോലെ അവരെ സ്കൂൾക്ക് വിട്ടാലും അവിടെയും അങ്ങനെ അറിയാണ്ട് സംഭവിക്കുക. അതൊക്കെ ശരിക്കും ആ കുട്ടികൾക്കും ഒരു മാനക്കേടാണ്, രക്ഷിതാക്കൾക്കും അത് വലിയൊരു പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ്, ഈ ഒരു പ്രയാസം, ഉറക്കത്തിൽ മൂത്രം വയ്ക്കുന്ന ഈ ഒരു സ്വഭാവം മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നൊന്നുമില്ല. വേഗം സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട്, ആ ഒരു പരിഹാരം പറഞ്ഞു തന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കുക. എന്താ ചെയ്യേണ്ടത് അറിയോ? കുറച്ച് എള്ള് എടുക്കുക. എന്നിട്ട് അതിൽ 21 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അതിൽ മന്ത്രിക്കുക, അതിലേക്ക് ഊതുക. മനസ്സിലായല്ലോ? കുറച്ച് എള്ള് എടുക്കുക, എന്നിട്ട് അതിലേക്ക് 21 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് അതിലേക്ക് ഊതുക. എന്നിട്ട് ഈ മൂത്രം വയ്ക്കുന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയെ ഇത് കഴിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മൾ 11 ദിവസം നമ്മൾ തുടരുക. കുറച്ച് തോനെ എള്ളെടുത്തിട്ട് അതിൽ 21 പ്രാവശ്യം ചൊല്ലി ഊതുക. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചീശെ എന്ത് ചെയ്യുക? ഡെയിലി ഒരു 11 ദിവസം ഇങ്ങനെ കഴിപ്പിച്ചാലും മതിയാകും. ഇനി അതല്ല, ഡെയിലി അന്ന് കഴിക്കേണ്ട എള്ളെടുത്തിട്ട് അതിൽ 21 ചൊല്ലിയിട്ട് ഡെയിലി കഴിപ്പിക്കുക. അതും ചെയ്യുക. 2 രീതിയിലും ചെയ്യുക. എന്താണെങ്കിലും ഈ രീതിയിൽ 11 ദിവസം തുടരെ ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ കുട്ടിയുടെ ആ അസുഖത്തിന് പടച്ച റബ്ബ് ഓൻ്റെ കൃപ കൊണ്ട്, ഓൻ്റെ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് ശമനം നൽകും. ആ ഒരു രോഗം സ്റ്റോപ്പാവും ഇൻഷാ അല്ലാഹ്. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്താണെങ്കിലും അള്ളാഹു ഇതുപോലെയുള്ള പ്രയാസങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ആമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.